എൻ്റെ നാട് എന്ന വികാരം എല്ലാവരെയും പോലെ നമ്മൾ മലയാളികൾക്കുമുണ്ട്. കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണല്ലോ, അത് ദൂരെയാകണമെന്നില്ല, വീട് വിട്ട് എങ്ങോട്ടെങ്കിലും. യാത്രയ്ക്കൊടുവിൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും സന്തോഷവും ഉണ്ടാകുമല്ലേ? അതാണ് നമ്മുടെ നാടിൻ്റെ ശക്തി. ഇത് എൻ്റെ നാടാണ്, ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാട്. ബാല്യകാലവും കൗമാരകാലവും ഒക്കെ സന്തോഷമുള്ളതാക്കി തീർത്ത ഒരു സ്വർഗം കൂടിയാണിത്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ കുറിച്ചാണ്. അതിലുപരി എൻ്റെ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മകൾ സമ്മാനിച്ച സ്ഥലത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടിനും ചെമ്പഴന്തിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മടവൂർപ്പാറ. സ്വാഗതം എൻ്റെ നാട്ടിലേക്ക്. രണ്ട് വഴികളിലൂടെ നമുക്കിവിടേക്ക് വരാൻ സാധിക്കും. ഇതുപോലെ പടവുകൾ കയറി പാറയിലൂടെ നടന്ന് നമുക്ക് മുകളിലെത്താൻ സാധിക്കും. അതുപോലെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് അനായാസം മുകളിലെത്താനും സാധിക്കും. ഞാൻ എന്തായാലും പാറയിലൂടെ മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാവേശമായിരുന്നു. കുട്ടിക്കാലത്ത് ഇവിടെ അടുത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ വരാൻ ഇഷ്ടമായിരുന്നു. കാരണം വന്നാൽ ഈ പാറമുകളിൽ കയറാനും മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുടിക്കാനും സൺസെറ്റ് കാണാനും ഒക്കെ സാധിക്കും. ഈ കാണുന്ന റോപ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറാം. ഞാൻ പതിയെ നടന്ന് കയറാൻ തുടങ്ങി. മഴയുള്ള സമയമാണെങ്കിൽ പാറയിലൂടെ വരുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കയറി ചെന്ന് നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. എത്ര മനോഹരം! കുറച്ചു നേരം ഞാൻ ഈ വ്യൂ ഒക്കെ കണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഇനി പാറയിലൂടെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പടികളിലൂടെ കയറാൻ സാധിക്കും. ഇതുപോലെ കുഞ്ഞു ഷെഡുകളുണ്ട്. മനോഹരമായ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. മഴയായാലും വെയിലായാലും അതൊന്നും കൊള്ളാതെ നമുക്ക് കയറി നിൽക്കാനും ഇവിടം ആസ്വദിക്കാനും നമുക്ക് സാധിക്കും. നടന്നു കയറി ചെല്ലുന്നത് മുള കൊണ്ട് നിർമ്മിച്ച കൂടാരത്തിലേക്കാണ്. തൊട്ടടുത്തായി ബാംബു ബ്രിഡ്ജും. നിലവിൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇവിടം. ഒരുപാട് മാറ്റങ്ങൾ. പണ്ട് അധികം ആരും വരാത്ത, ക്ഷേത്ര ദർശനം നടത്താനെത്തുന്ന ചുരുക്കം ചിലർ മാത്രം വന്നിരുന്ന സ്ഥലം ഇപ്പോൾ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ വന്നു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇവിടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പോകുന്ന സ്ഥലത്തെ ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാനും പറ്റുമെങ്കിൽ ഫുഡ് കഴിക്കാനും, ഇനി അത് പറ്റിയില്ല എങ്കിൽ നല്ലൊരു ചായയോ കോഫിയോ കുടിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു കുഞ്ഞു കടയാണിത്. ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. മാത്രമല്ല അതിൻ്റെ അകത്തിരുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. നല്ല ചൂട് കാരണം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു നാരങ്ങ വെള്ളം. അത് കുടിച്ചിട്ട് നേരെ ബാംബു ബ്രിഡ്ജിലേക്ക് കയറാനാണ് ഞാൻ പോയത്. വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അത് അടച്ചിട്ടേക്കുന്നു. സാധാരണ അങ്ങനെ കാണുന്നതല്ല. എന്തായാലും പോയി നോക്കാമെന്ന് കരുതി. അപ്പോഴാണ് എന്നും ഈവനിങ് സമയം ഇവിടെ ചിലവഴിക്കുന്ന എൻ്റെ നാട്ടുകാരെ കണ്ടത്. അവർക്കും ചിലത് പറയാനുണ്ട്. ഇവിടെ എല്ലാ ദിവസവും കൂടാറുണ്ടോ? എല്ലാ ദിവസവും കൂടാറുണ്ട്. മിക്കവാറും സമയം കിട്ടുമ്പോഴൊക്കെ വൈകുന്നേരത്ത് കാറ്റ് കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കാറുണ്ട്. ഓക്കെ. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 150 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മടവൂർപ്പാറ, ഈ പാറമുകൾ എന്ന് പറയുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള കാറ്റാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല വൃക്ഷങ്ങളുടെ ഒരു ആവരണവും ഈ പ്രദേശത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ധാരാളം ആളുകളാണ് അവധി ദിവസങ്ങളിലെല്ലാം മടവൂർപ്പാറ വരുന്നത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഈ വടക്കൻ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പുരാവസ്തു വകുപ്പാണ് ഇത് പരിപാലിക്കുന്നതെങ്കിലും ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഡെസ്റ്റിനേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ആളുകളുടെയും ഒക്കെ രീതി വെച്ച് നോക്കിയാൽ ജനസംഖ്യ ഇഷ്ടം പോലെ വരുന്ന ആളുകളുടെയൊക്കെ ഒരു എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ ബാംബു ബ്രിഡ്ജാണ്. അത് 2023 ഡിസംബറിൽ
അതിൻ്റെ മെയിൻ്റനൻസ് പൂർത്തിയാക്കി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നതാണ്. പക്ഷേ കഷ്ടിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അത് തകരാറിലാണെന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കേട്ടപ്പോൾ ചെറിയ വിഷമം തോന്നി. മുകളിലേക്ക് പോയാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. ഇതാണ് മെയിൻ ഗേറ്റ്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴി. മൺഡേ ഹോളിഡേ ആണ്. ട്യൂസ്ഡേ മുതൽ സൺഡേ വരെ 9:30 മുതൽ 6:30 വരെയാണ് ഇവിടുത്തെ സമയം. ടിക്കറ്റ് ചാർജ് ഒന്നും തന്നെ ഇല്ല. മെയിൻ ഗേറ്റിലൂടെ വരുമ്പോൾ കുട്ടികൾക്കായി ഒരുക്കിയ ഒരു പാർക്ക് കാണാൻ സാധിക്കും. ഇതാണ് 1000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് കയറാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഞാൻ കാണാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ടോപ്പ് വ്യൂവിൽ നിന്ന് നമുക്ക് ആ സൺസെറ്റ് കാണാം. ഞാൻ ആ മലമുകളിൽ ഇരുന്നപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പണ്ട് ഞാനും കൂട്ടുകാരും ഇവിടെ വന്നിരിക്കുന്നതും തമാശകൾ പറയുന്നതും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. കാർമേഘങ്ങൾ ഇരുണ്ടു കൂടുന്നുണ്ടായിരുന്നു. മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പറഞ്ഞു തീർന്നില്ല. വ്യൂ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഇടിയും മിന്നലും പാഞ്ഞു. ചെറിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. മഴയ്ക്ക് മുന്നേ വീടെത്തണമെന്ന് തീരുമാനിച്ചു. അവിടുന്ന് 2 കിലോമീറ്ററാണ് കേട്ടോ വീട്ടിലേക്ക്. ഞാൻ പതിയെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. താഴേക്കിറങ്ങുമ്പോൾ എൻ്റെ ചിന്ത ഇനി എന്താണ് ഇങ്ങോട്ട് എന്നായിരുന്നു. ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വരണം. ₹1 ചിലവില്ലാതെ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാസ്ക്കാണ്. കാരണം ഇവിടുത്തെ ഇങ്ങനെ റോപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മളിത് പതിയെ വലിയ അപകടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു അപകടം പറ്റാവുന്ന ഒരു സ്പോട്ടാണിത്. നമ്മൾ പതിയെ കയറ് പിടിച്ചങ്ങ് ഇറങ്ങുക. മടവൂർ പാറയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒരേ ഒരു വിചാരം മാത്രം, ഇനിയും മുന്നോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.